ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ അമ്മച്ചി? നമ്മളിന്ന് കഴിഞ്ഞ ആഴ്ച അമ്മ ഉണ്ടായിരുന്നില്ല, ഞാനും കിങ്ങിണിയും കൂടിയൊക്കെ ആയിരുന്നു പാലത്തിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഞായറാഴ്ച അമ്മച്ചിയുടെ കൂടെ ഞാൻ പാലത്തുമ്മ കയറണം. രാവിലെ 6:30 ഞങ്ങൾ രാവിലെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായി ഞങ്ങൾ പാലത്തുമ്മ കയറണാണ്. അപ്പം നിങ്ങൾക്ക് പോണ വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാലം. പണി ഇത്രയൊക്കെ ആയി. നിന്നാണ് ഈ സൈഡിൽ ഇങ്ങനത്തേക്കാണ് നികത്താനായിട്ട് ഗ്രാവലടിച്ചിട്ടൊക്കെ. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച കുറച്ച് പാടുവിട്ടാണ് നമ്മൾ കയറിയത്, അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. നമ്മച്ച ഉണ്ടായില്ല. ഇപ്പം എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ അവരാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് കയറണേണ്. അപ്പം നിങ്ങളും പറയും ഞങ്ങളുടെ കൂടെ. അമ്മച്ചുണ്ടായിരുന്നു മിണ്ടാത്തത്. ഞാൻ എന്താ പറയാൻ, പാലത്തിൽ കയറാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് ആണ്. 2 പ്രാവശ്യം കയറി നിന്നിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കയറിയായിരുന്നു. വൈകിട്ട് ഉണ്ടാവാറില്ല ഇവിടെ. ഇന്നലെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഞാനും സ്മൃതിയും കൂടി കയറിയായിരുന്നു. ഇന്നിപ്പതേ അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ കയറാൻ പോകണം. എന്താണ് നമ്മുടെ ഫീല്? ഭയങ്കര സന്തോഷം. കയറാൻ പറ്റിയില്ലല്ലേ? ഭയങ്കര മഴക്കാരാണ്. നമ്മൾ സൂര്യാസ്തമയം സൂര്യോദയം കാണാനെന്നോർത്ത് വന്നതാണ്. പക്ഷേങ്കിൽ ഭയങ്കര ഇതാണ് നമ്മുടെ രാവിലെ 6:30 പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പുറത്ത് ആ കാണുന്നത്, അതായത് നമ്മുടെ പാലത്തിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് എടവനക്കാട്, അങ്ങനത്തെ ആ ഒരു ഏരിയ, വൈപ്പിങ്കര. അപ്പുറം കടമക്കുടി, അപ്പുറത്ത് വരാപ്പുഴ, അങ്ങനത്തെ. ഇപ്പം ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര മഞ്ഞാണ്. മഞ്ഞാണ്, മഴക്കാര്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അടിപ്പനാണ്. നേരത്തെ ഇവിടെ വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ച്. പിന്നത് ഞങ്ങൾ പണ്ട് കഞ്ഞിൻകുട്ടൽ വെച്ചിരുന്നൊരു വീടായിരുന്നത് അല്ലേ? അത് ഈ പരുവായി. നല്ലൊരു കടവക്കേട്ടുണ്ടായിരുന്നായിരുന്നു. പിന്നെ അത് ഞങ്ങളുടെ പുളിമരം ഇതിന്ന് തിന്ന് ചത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് നല്ല രസമല്ലേ? അപ്പുറത്തോട്ട് നടക്കാൻ പറ്റൂലല്ലേ? നമ്മുടെ ചന്ദ്രൻ വലിയച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. വലിയച്ഛൻ നടക്കാൻ ഇറങ്ങിയതാണ്. ഏണിയുണ്ടല്ലേ പാലം വന്ന്. നമ്മുടെ ഈ പാലം വന്നു കഴിഞ്ഞാലുണ്ടല്ല, കടമക്കുടിയിലേക്കാണ് ഫസ്റ്റ്. ചാത്തനാടുന്ന് നേരെ കണക്കാണ് കടമക്കുടി. അവിടെ നിന്ന് പിഴലിൽ നിന്ന് നേരെ മൂലമ്പിള്ളിന്ന് കണ്ടെയ്നർ റോഡ്. അതായത് 20 മിനിറ്റ് കൊണ്ട് എറണാകുളം എത്തുന്ന പറയണത്. നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ പെരുമ്പടന്ന്, നമ്മുടെ ഇവിടെ നിന്ന് ചാത്തനാടുന്ന് 20 മിനിറ്റ് കൊണ്ട്. നമ്മൾ സാധാരണ എറണാകുളം പോണത് അപ്പുറത്തുനിന്ന്. നമ്മുടെ ഒരു ബൈപ്പാസ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വരാപ്പുഴയൊക്കെ ചുറ്റി കണ്ടെയ്നർ റോഡ് വഴിയാണ് നമ്മൾ എറണാകുളത്തേക്ക് പോണത്. എന്നാൽ നമുക്ക് നേരെ കിടക്കുന്ന സ്ഥലമാണ് എറണാകുളം എന്ന് പറയണത്. പക്ഷേ ഈ പാലം വന്നുകൊണ്ട് നമുക്ക് അരമണിക്കൂറുണ്ട് എത്താം, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ അവിടെ എത്താനായിട്ട്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് വൈപ്പിൻ വഴിയിട്ട് അത് നമ്മൾ പെരുമ്പടന്ന് ചെന്നിട്ട് കുറേ അങ്ങോട്ട് ഓടി, പിന്നെ അല്ലേ അങ്ങനെ കറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറങ്ങി മൂക്ക് പിടിക്കണ പോലെയാണ്, ഇപ്പുറത്തേക്ക് മൂക്ക് പിടിക്കണ പോലെയാണ് നമ്മൾ എറണാകുളത്താറുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഹൈക്കോർട്ട് എത്തുമെന്നാണ് പറയണത്. അത് ചാത്തനാട് അതായത് പറവൂരെത്തുന്ന ദൂരം കൊണ്ട് എറണാകുളം എത്തും. കാരണം സ്ട്രെയിറ്റ് കിടക്കുകയാണ്, എങ്ങും വളം അങ്ങനെയൊന്നുമില്ല, നേരെ കിടക്കുകയാണ്. ഈ വളഞ്ഞ് 10-47 കിലോമീറ്റർ ചുറ്റിയാണ് ഇപ്പം നമ്മൾ പോണത് എറണാകുളം. പക്ഷെ ഇതിപ്പോൾ 10 കിലോമീറ്റർ കൊണ്ട് എത്തി പാലം വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പേടലിലോട്ട് പാലം ഇല്ലേ, കണക്ട് ചെയ്തിട്ടില്ല, പോണത് അറിയാൻ പാടില്ല. കണ്ടിട്ട് അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയെന്ന് പറയാനായിട്ട് ഇപ്പോൾ പേടലിൽ നിന്ന് മൂലമ്പിള്ളിയിലേക്ക് പാലം കണക്ട് ചെയ്തിട്ടില്ലേ? ഇല്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ പാലം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കടമക്കുടി വഴിയാണെങ്കിലും ഇല്ലേ നേരെ വരാപ്പുഴയിലെത്തി നമുക്ക് അങ്ങനെ പോകാം. അതല്ലെങ്കിൽ ഇതേപോലെ ചുറ്റേണ്ടി വരും. ഈ കടമക്കുടി നിന്നാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വേണ്ടല്ലേ? 10 മിനിറ്റ് വേണ്ട നമുക്ക് വരാപ്പുഴ ഐസ്തണ്ടിപ്പടിയൊക്കെ അവിടെ എത്താനായിട്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ പോവാം. വെള്ളപ്പാലം കൂടെ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ മൂലമ്പിള്ളി കണക്ട് ചെയ്ത് അങ്ങനെ എത്താം. അവിടുത്തെ കാര്യം തീരുമാനമായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തോ പണികൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാലം
കടംകുടികൾ മുറ്റിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണമെങ്കിൽ ഒരു ഏണിയൊക്കെ ഉണ്ട്. നമ്മൾ തുമ്പ് വരെയും പോയിട്ട് എത്തി നോക്കിയിട്ട് പോരും. കൊക്കയുടെ അവിടെ ചെന്ന് എത്തി നോക്കണ പോലെ കൊടൈക്കനാൽ ചെന്ന് എത്തി നോക്കൂലേ കൊക്കയിൽ, അതേപോലെ ഞങ്ങൾ എത്തി നോക്കിയിട്ട് ഇങ്ങോട്ട് പോരും. നല്ല രസമുണ്ട്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഇത്ര രസം ഉണ്ടായില്ല. നല്ല തണുത്ത കാറ്റും കൂടെ ആയിട്ട് സൂര്യോദയം കൂടി കാണാൻ പറ്റുന്ന ഞങ്ങൾ സൂര്യോദയം ലക്ഷ്യം വെച്ചിട്ടാണ് വന്നത്. നമ്മുടെ ചാത്തനാട് പാലത്തിൽ സൂര്യൻ ഉദിക്കുന്നത് കാണാനായിട്ട്. പക്ഷേ മഴക്കാരാണോ മഞ്ഞാണെന്നറിയില്ല. മഞ്ഞ് ഭയങ്കരമായിട്ട് മൂടി നിൽക്കണേണ്. എന്നാലും കുഴപ്പമില്ല, ആരുമില്ല. ഇന്ന് വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ വീട്ടിൽ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഭയങ്കര ആൾക്കാരായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ രാവിലെ പോയിരുന്നു. അമ്മച്ചിക്ക് കൊണ്ട് കയറാൻ പറ്റിയില്ല. ഞാനുള്ളപ്പോൾ കയറാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. ഞായറാഴ്ച കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സിനിമക്ക് പോണതുകൊണ്ട് അമ്മച്ചിക്ക് കയറാൻ പറ്റില്ല. അപ്പം ഈ ആഴ്ചയെങ്കിലും അമ്മച്ചിയുടെ ആഗ്രഹം സാധിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നു ഇങ്ങോട്ട്. അങ്ങനെ അമ്മച്ചി ഞാനും കൂടെ പാലത്തുമ്മ കയറി. ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തായിരുന്നു ഏർലി മോർണിംഗ് പോകണമെന്ന്. അപ്പോൾ ആരുടെ ശല്യമില്ല ഞങ്ങൾക്ക് ഇവിടെ, ആരുമില്ല. ഞാനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, 1-2 പേരൊക്കെ. എന്നാലും ഇന്നലെ വൈകുന്നേരം ഭയങ്കര ആൾക്കാരാണ്. എന്നിട്ട് ഞങ്ങൾ കയറിയതിന് ശേഷം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ചാത്തനാട്ടുകാരൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലത്തേലും അടിപ്പനായിട്ടുള്ളൊരു വൈബാണ് ഇപ്പം എനിക്ക് വന്നത്. നല്ലൊരു തണുത്ത അന്തരീക്ഷം. അങ്ങനെ സൂര്യൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. കാണിച്ചു തരാം. അപ്പം അത് നമ്മുടെ കടംകുടിക്ക് കടംകുടി എത്തി. പണ്ട് ഇവിടെ ഫെറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഫെറിയൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെ ആയിരുന്നു. ഫെറിയൊന്നുമില്ല. കടംകുടിയുടെ അറ്റത്തേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ അറ്റം മറ്റേ വളവ് നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏനി വെച്ചിറങ്ങാം. ഇതാ പരുന്തില്ലേ അമ്മ, ഇന്നലെ തൊട്ടിരിക്കണ ആ തുമ്പത്ത്. പാവം പേടിയാണ് മനുഷ്യന്. വെള്ളത്തിലൊന്നും പോകില്ല. ചിപ്പ അമ്മച്ചൊരു പാട്ട് പാടാൻ പോണുണ്ടാ? വേണ്ട പാട്. ഞാൻ വേറൊരു പാട്ട് ആലോചിക്കട്ടെ. എടാ ഒരു പാട്ടില്ലേ, എന്ത് പാട്ട്? മമ്മൂട്ടിയും ജഗതിയും കൂടി ഉള്ളത്. വീഡിയോ ഇതാക്കല്ലേട്ടാ. ഓർമ്മകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ മറന്നു വരി. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, ഹലോ ഗൈസ്, അപ്പം നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് 7:15 ആവാറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ 2-3 അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഇനി കുറച്ച് പണികളൊക്കെ ഉള്ളു. രാവിലത്തെ പണികളൊക്കെ ഞങ്ങൾക്കുള്ളു. അപ്പം നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് ഇനി നമ്മൾ നേരെ നമ്മുടെ അമ്പലത്തിൽ, വേറെ അമ്പലത്തിൽ, അപ്പുറത്തമ്പലത്തിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാലത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ വൈകുന്നേരം ഞാൻ ഒന്നും കൂടി കയറും, അല്ലേ മമ്മി? അപ്പോൾ ശരി, അടുത്ത വീട്ടിൽ കണ്ടിരിക്കട്ടെ. അപ്പം നമ്മൾ, അതായത് പാലത്തുമ്പോൾ കയറാൻ ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് പോരുക. പറവൂരിൽ നിന്ന് പെരുമ്പടന്നൊക്കെ നേരെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാത്തനാടാണ് ഏറ്റട്ടത്തുള്ളത്. പാലത്തുമ്പോൾ കയറാൻ താല്പര്യമുള്ളവർ വരിക. ഞാൻ കാണുന്ന വഴിയാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. നമ്മൾ ഇത്രയും ഇങ്ങനെ ഇറങ്ങണം. കാരണം
ഇത്രയും ഒരു കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചുറ്റിയിട്ടാണ് നമ്മളിനി വീട്ടിലോട്ട് പോണത്. അപ്പോൾ പാലത്തമ്മ കയറി പ്രത്യേകിച്ചൊന്നുമില്ല. കടമക്കുടി, വരാപ്പുഴ, വൈപ്പിൻ ഇതൊക്കെ നമുക്ക് ചാത്തനാട് 4 സ്ഥലങ്ങൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വന്ന് കണ്ടിട്ട് പോയിക്കോളൂ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.